This is Kozhikode, the most spectacular coastal city of North Kerala, rich with culture, traditions, histories, and finger-licking good sweetmeats. But this city hides gruesome stories of neglect behind its veil. This is Kattuvail Colony. This stone-paved path will lead you to the stories of Murugan, Karuppaswamy, Nagarajan, Arumugan, and many more. According to India's Ministry of Social Justice and Empowerment, as of March 2022, there is no report of people currently engaged in manual scavenging in the country. ഇത് ആദ്യം മുതൽ ചെയ്യുന്നതാണ് പണി. കാരണവർ മുതൽ ചെയ്തുകൊണ്ട് വരുന്ന പണിയാണ്. ആദ്യം ഗവൺമെൻറ് ഇതിൽ തോട്ടിപ്പണി ചെയ്തു. ഇപ്പോൾ ഗവൺമെൻറ് നമ്മൾ ആ പണി പോയിക്കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പണി അന്വേഷിച്ച് പോവുക. ഓരോ സ്ഥലത്തേക്കും കൊയിലാണ്ടി, വടകര, പയ്യോളി ഇങ്ങോട്ടാണെങ്കിൽ പിന്നെ ഇപ്പുറത്താണ് അത്തോളി, ബാലുശ്ശേരി ആ വഴി അങ്ങോട്ട്. അങ്ങനെ ജോലി അന്വേഷിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ കൈക്കോട്ടും ബക്കറ്റായിട്ട് 4-5 ആൾക്കാർ പോകും. രണ്ടാൾക്കാർ 2 ദിശയിലായിരിക്കും. അവിടെ നിന്ന് ആൾക്കാർ അവിടെ ഒച്ചുണ്ടാക്കി വരും. കക്കൂസിൻ്റെ പണിയുണ്ടോ അന്വേഷിച്ച് വരും. പണിയുള്ള ഒരു വീട്ടുകാരാണെങ്കിൽ അവർ നമ്മളെ വിളിക്കും. അതും കൂടി വരിയെന്ന് പറയും. പോകും, കാര്യങ്ങൾ സംസാരിക്കും. ടാങ്ക് തുറന്ന് നോക്കും. നിറവാണെങ്കിൽ നിറവിൻ്റെ പൈസ പറയും. ബ്ലോക്കാണെങ്കിൽ ബ്ലോക്കിൻ്റെ ചാർജ് പറയും. ആ ചാർജ് അവർക്ക് അവൈലബിൾ ആണെങ്കിൽ, അവർക്ക് ഒക്കുകയാണെങ്കിൽ ആ ചാർജ് ഞങ്ങൾ പണി ചെയ്യും. അല്ലെങ്കിൽ അവർ ഇത്ര റുപ്യ തരുള്ളൂ എന്ന് പറയും. ഞങ്ങൾ ഇത്ര റുപ്യ സംസാരിക്കും. ആ ഇടയിൽ ഒരു തമ്മിൽ ആ പൈസ കരാറാക്കിയിട്ട് പണി ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ രീതി ഇപ്പോൾ. പിന്നെ പോകുന്ന സ്ഥലത്ത് അവർ നമ്പറൊക്കെ വാങ്ങുകയാണെങ്കിൽ, അവരെ അറിവിൽ ആരെങ്കിലും നമ്പർ തന്ന് വിളിക്കുകയാണെങ്കിൽ ആ വിളിപ്പുറത്തുള്ള ഫോണിൽ വരുന്ന കോള് ഞങ്ങൾ പോയി ചെയ്ത് കൊടുക്കലുണ്ട്. കക്കൂസിൻ്റെ സംബന്ധമായ എല്ലാ ജോലിയും, ബ്ലോക്ക്, സ്ലാബ് മാറ്റൽ, പട വെച്ച് കെട്ടിക്കൊടുക്കുക, കുഴിയെടുത്ത് പുതിയ ടാങ്ക് കെട്ടിക്കൊടുക്കുക, നിറഞ്ഞ ടാങ്കുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക, ക്ലോസറ്റ് മാറ്റി വെച്ച് കൊടുക്കുക, കക്കൂസ് സംബന്ധമായ എല്ലാ വർക്കുകളും വൃത്തിയോടുകൂടി ചെയ്തു കൊടുക്കുന്നതാണ്. A very marginalized society in India, they are still engaging in manual scavenging in 18 states of India. A recent survey conducted by some activists and eminent people in India have exposed that in 18 states still manual scavenging is visible. After attaining independence, 8 commissions or committees were constituted in India. 8 committees only for the purpose of avoiding, banning, abandoning this manual scavenging. Except one, all these 7 commissions were constituted by the government of India. The first commission was constituted by Bombay government. So all these commissions the commission unanimously opined that manual scavenging is to be abolished, banned, and that should not exist in India. But we can see that still manual scavenging is visible.
റിങ് സൈസിലുള്ള ടാങ്കുണ്ട്, 5 സ്ലാബുകളുണ്ട്, 8 സ്ലാബുകളുണ്ട്, 3 സ്ലാബുള്ള വീടുണ്ട്. അതിൻ്റെ പണീൻ്റെ ഗൗരവം അനുസരിച്ചിട്ടുള്ള പൈസ കരാർ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞ കരാറിന് കിട്ടണമെന്നില്ല. വീട്ടുകാർ പറഞ്ഞു എനിക്ക് ഇത്ര തരാൻ പറ്റുള്ളൂ പറഞ്ഞ് ഞങ്ങൾക്ക് പണി ഒഴിവാക്കാൻ പറ്റില്ല. ആ പണി കിട്ടിയാലേ ആ പൈസ കിട്ടിയാലേ നമുക്ക് അന്നത്തെ വീട്ടിൽ അരി കായുള്ളൂ. അപ്പോൾ ആ ഉള്ള കരാറിൽ ഞങ്ങൾ എടുത്തിട്ട് വരും. അത്ര ദൂരം പോയിട്ട് 3000 2000, 2000 1500 1500. ഞാൻ ഒരു 30-35 കൊല്ലമായി ഈ പണി ബുദ്ധിമുട്ടുകൊണ്ട് പോവുകയാണ്. ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല ഈ പണിയൊന്നും എടുക്കാൻ. നമ്മൾ മക്കളൊക്കെ ഭയങ്കര കരച്ചിലാണ് വരുന്നത്, പറയുന്നു ബുദ്ധിമുട്ടുകൊണ്ട് പോവുക ഞങ്ങൾ ഈ പണി. ആദ്യമുള്ളവരാണെങ്കിൽ അത് തലയിൽ കയറ്റി കൊണ്ടുപോണ്ട് ബക്കറ്റിലാക്കി തലയിൽ കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ കമ്പോസ്റ്റ് കുഴി കൊണ്ടിട്ടു അച്ഛനമ്മമാർ. ഇപ്പം ഞങ്ങൾ ആ ടാങ്കിലേക്ക് ഇത്രയ്ക്കോളം ഇറങ്ങിയിട്ട് വേണം പണിയെടുക്കാൻ. അത് ഈ ലെവലിൽ കഴുത്ത് ലെവലിൽ ഇറങ്ങിയിട്ട് വേണം പണിയെടുക്കാൻ. ഞങ്ങളവസ്ഥ ഞങ്ങൾ പക്ഷെ ഇതൊന്നും ഗവൺമെൻറ് ഒന്നും അറിയുന്നില്ല. ഞങ്ങൾക്ക് മെഷീനൊന്നുമില്ല. ഞങ്ങൾ കൈക്കോട്ടും ബക്കറ്റും മൊത്തം ഞങ്ങൾ ടാങ്കിൻ്റെ ഉള്ളിൽ നിറവാണ്. ടാങ്കിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് പണിയെടുക്കും. കക്കൂസ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആ ടാങ്കിൻ്റെ ആഴം അനുസരിച്ചിട്ട് അതിനുള്ള കുഴി എടുത്തിട്ട് ആ കുഴി എടുത്ത് ഉള്ളിലിറങ്ങി ഞങ്ങൾ അലുവ പോലത്തെ കഷ്ണമാണെങ്കിൽ അത് ഉള്ളിലിറങ്ങി വെട്ടിയെടുക്കും. വെള്ളം പോലത്തെ ആണെങ്കിൽ മുകളിൽ നിന്ന് ബക്കറ്റിൽ നിന്ന് കോരിയെടുക്കും. എന്നിട്ട് അവസാനം അടിയിൽ ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് ക്ലീൻ ആക്കി അടിമണ്ണ് കാണിച്ച് കൊടുത്ത ശേഷമേ ആ വീട്ടിൻ്റെ ആൾക്കാർ ഞങ്ങൾക്ക് പൈസ തരുള്ളൂ. ഞങ്ങളവസ്ഥ മൂപ്പര് പറഞ്ഞല്ലോ, മൂപ്പര് എത്ര 30-35 കൊല്ലമുള്ള സർവീസുള്ള ആളാണ്. പല സുഖേടുകളും വന്നിട്ടുണ്ട്, പല കാര്യങ്ങളും ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ 10-10 പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കിട്ട പണി നടക്കില്ല. ഗ്ലൗസ് ഇട്ടിട്ടോ അല്ല കാലിലും ഷൂ ഇട്ടിട്ടോ ഒന്നും അങ്ങനെയൊന്നും മറ്റേ മാസ്ക് ഒന്നും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി പണിയെടുത്ത് ആ പണിയെടുത്താലേ വൃത്തിയാവുള്ളൂ, എന്നാലേ വീട്ടുകാരത്ത് പൈസ കിട്ടുള്ളൂ. മൂപ്പര ഇവരച്ഛനൊക്കെ പറഞ്ഞാൽ അതിനകത്ത് മുങ്ങിക്കളും, മൊത്തം ഇടക്കും ഉള്ളിൽ പോകും. ഒരു അങ്ങനെ പച്ചവെള്ളത്തിൽ ഇതിൽ അഥവാ നമ്മൾ ഉറവ് വരുന്ന ടാങ്കിലേക്ക് വേസ്റ്റ് അടിയിലായിരിക്കും. അപ്പോൾ എന്താക്കും അദ്ദേഹം ആ വെള്ളത്തിനകത്ത് മുങ്ങി നമ്മൾ കുളത്തിൽ മുങ്ങല്ലോ, ആ മുങ്ങുന്നവർ മുങ്ങിയിട്ട് ഉള്ളിൽ പോയിട്ട് ചളിയെടുക്കുക. അപ്പോൾ അതിൽ മൂപ്പര് ആദ്യം ഞങ്ങളെ ഇവരച്ഛനൊക്കെ അതിൽപ്പെട്ട അങ്ങനെ സൈഡായിട്ട് അതിൻ്റെ കൂടെ തന്നെ വെള്ളം അടിക്കുകയും ചെയ്യും. വെള്ളം അടിച്ചിട്ട് ആ ആൽക്കഹോളിൽ തന്നെയാണ് ആ വെള്ളത്തിൻ്റെ മുങ്ങുക. ആ മുങ്ങുമ്പോൾ എന്താവും ഒന്നും കൂടി സുഖമായിട്ട് കൂടുതലാവും. അങ്ങനെ ബാധിച്ച് മരിച്ചത് ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ. ടാങ്കിലേക്ക് ഡയറക്റ്റ് ഇറങ്ങുന്നത് കൊണ്ട് കാലിന് ഇതുവരെയ്ക്കും ഞങ്ങൾ അത് പുരട്ടിയിട്ടാണ് ഇറങ്ങുക. അത് ചെറിയൊരു ഇൻഫെക്ഷൻ വരാതെക്കാൻ വേണ്ടിയിട്ടാണ്. മണ്ണെണ്ണ ഉള്ളിൽ കാലിൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറാതെക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം. അതിൽ വലിയ കാര്യമില്ല, എന്നാലും 100-ൽ ഒരു 5% ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു രക്ഷ കൊണ്ട് ആ മണ്ണെണ്ണ വെക്കും. പിന്നെ പെനോൽ വയ്ക്കുന്നത് പുറമുള്ളവർ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, പുറമുള്ളവർക്ക് മണം വരാതെക്കാൻ പെനോൽ വെച്ചിട്ട് വേണം അത് ഇളക്കിയെടുക്കാൻ. ഇളക്കുമ്പോൾ ആയിട്ട് ഒരു സ്മെല്ല് വരാണ്ട് അത് മൊത്തം ചുറ്റളവുകൾ ബാധിക്കും. The unflagging dissent and resistance compelled the government to make some moves in eradicating the manual scavenging. From 1989 to 2023, the Government of India has passed several acts and rulings to erase the practice from the country. The Supreme Court prohibited agencies or employees from involving in any sort of manual scavenging. The Apex Court directed compensation up to 30 lakhs to be paid to the victims in its latest directive passed on October 20, 2023. കോടതിയിലും പണിയെടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലും പണിയെടുത്തിട്ടുണ്ട്. വടകര കോടതിൻ്റെ ഉള്ളിൽ, അതേപോലെ കോഴിക്കോട് വെള്ളൈ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്, നടക്കാ പോലീസ് സ്റ്റേഷനിലും പണിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്തിട്ടുണ്ട്.
പക്ഷെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പൈസ ഒന്നും കിട്ടൂല. പോലീസുകാരത്ത് പോയിട്ട് എന്ത് പറയാനാ? ഒരു കൂലി വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ നമ്മൾ കണക്കാക്കി തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യും. പിന്നെ പോലീസുകാരല്ലേ, അധികം ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതിലൊക്കെ ഗവൺമെൻറ് പോലീസുകാർ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവർ ഞങ്ങളെ കാര്യം കൈക്കൊള്ളാത്ത കൊണ്ടാണ് ഇവരത്തേക്ക് എന്താ ചെയ്യുന്നത്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു മനോഭാവം അവർക്കുള്ളത് കൊണ്ടാണ് അവർ ഞങ്ങളെ ഒഴിവാക്കി വിടുന്നത്. അറുപത്തഞ്ച് കൊല്ലം മുന്നേ തന്നെ ഞങ്ങൾ അച്ഛൻ്റെ അച്ഛമ്മമാരെ ഈ പണിക്കായിട്ട് കൊണ്ടുവന്നതാണ്. ഈ തോട്ടിപ്പണിക്ക് തോട്ടിപ്പണി എടുക്കാൻ വേണ്ടി അവരെ കൊണ്ടുവന്ന് ആ പണി ചെയ്തു. പിന്നെ അവർക്ക് ക്വാർട്ടേഴ്സ് കൊടുത്തു. അങ്ങനെ നിലനിന്ന് പോയ ആൾക്കാരാണ്. 2 തലമുറകളായി ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മളോട് കൂടി ഇത് ഞങ്ങളോട് അവസാനിക്കും. ഇതിപ്പോൾ ഞങ്ങളെ പിന്നെ മക്കളൊന്നും ഇപ്പോൾ എല്ലാവരും അറിയില്ല. ആദ്യം കുട്ടികൾക്കൊന്നും ഇത് ഇപ്പം നമ്മളെ കുട്ടികളെ പെൺകുട്ടികൾക്കൊന്നും ഇത് അറിയിച്ചിട്ടുമില്ല. അറിയിച്ചു കഴിഞ്ഞാൽ ഒരു കൂലിപ്പണിന്ന് അറിയാം വീട്ടിലുള്ളവർക്ക്. പക്ഷേ ഈ പണിയാണെന്ന് മക്കൾക്ക് അറിയില്ലല്ലോ. നിങ്ങളമാർ കുട്ടികൾ ഒരു പഠിക്കാൻ പോകുമ്പോൾ അച്ഛനെ ഒരു ചെറിയ കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശകളൊക്കെ പറഞ്ഞ് കളിയാക്കി വെച്ചിട്ട് തീരെ അറിയിക്കാത്തത്. ഞങ്ങൾ ഹിന്ദു കുറവപ്പെട്ട ആൾക്കാരാണ്. ആദ്യം പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഈ പണി ഈ കുറവന്മാർ തന്നെ എടുത്തിട്ടുള്ളൂ. കുറവർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമേ ഈ പണി എടുത്തിട്ടുള്ളൂ. ആദ്യം പറഞ്ഞാൽ തോട്ടിപ്പണിക്ക് വന്നത്. പിന്നെ അത് ചക്കലേര് വന്നു, അതുകൊണ്ട് പറയലും വന്നു. ഫസ്റ്റ് ചെയ്തത് ഞങ്ങൾ ആൾക്കാർ തന്നെയാണ് ഈ പണി തോട്ടിപ്പണി ചെയ്തത്. വേറെ ആരും ഇതില്ല.